കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ഓരോ ദിവസവും കരം പിടിച്ചു നമ്മെ നടത്തുന്ന സർവശക്തന് വീണ്ടും നന്ദി പറയാം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും അവിടുത്തെ ദയ നമ്മെ വിട്ടു മാറുകയില്ല. സമാധാന നിയമം ഒരു കാലഘട്ടത്തിലും നീങ്ങിപ്പോയാൽ സമാധാനത്തിൻ്റെ ഒരു നിയമമാണ് സ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ ദൈവസമാധാനം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നതിനാൽ നന്ദിയോടെ ദൈവത്തിന് വാഴ്ത്തലുകൾ അർപ്പിക്കാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാകിയാൽ ഈ ഭാഗ്യപദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിനാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് പറഞ്ഞതുപോലെ ഞാനായിരിക്കുന്നത് കൃപയാല. ഒത്തിരി മനുഷ്യമായ ക്വാളിറ്റികൾ എടുത്തു പറയാനുള്ള വ്യക്തിത്വമാണ് പൗലോസ്. അദ്ദേഹം പറയുന്നു, ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ. സ്വന്തം ബലം കൊണ്ടോ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആരോഗ്യത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ അല്ല നമ്മൾ ഓരോ ദിവസമായിരിക്കുന്നത്. ഈ ദുഷ്ടലോകത്തിൽ കൃപയാൽ നമ്മെ നടത്തുന്ന മഹാതേക്ക് കരുണയ്ക്കായും നന്ദി പറഞ്ഞ ദൈവത്തെ ആരാധിക്കാം. ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുന്ന ദൈവം, ആഴിയിൽ പാതയൊരുക്കുന്ന ദൈവം, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ ദൈവവിശ്വസ്തതയും കാണിക്കുന്ന ദൈവം, ആരംഭത്തിങ്ങൾ തന്നെ അതിൻ്റെ അവസാനം അറിയുന്നവൻ, ആകുലതയുടെ നടുവിലും അനന്യനാണ് എന്ന് പറഞ്ഞ കൂടെ ഇറങ്ങി വരുന്നവൻ, അവിടുത്തെ മഹാസ്നേഹത്തിനായി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാവണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവിടെ നല്ലവനാണ്. യഹോവ ഭക്തന്മാരായ വലിയവരും ചെറിയവരും ഒരുപോലെ പറയണം, അവിടുന്ന് നല്ലവനല്ലോ. അവിടുത്തെ ദയ എന്നേക്കുമുള്ളവ. താഴ്ചയിൽ നമ്മെ ഓർത്തവന്, ഒഴിഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കയറ്റി ഗമനത്തെ സ്ഥിരമാക്കിയവന്, വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, അവിടെ നല്ലവനല്ലോ. അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നമ്മെല്ലാം ഇടയാക്കട്ടെ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തെ പോലെ ശ്രേഷ്ഠനായ ദൈവം ആരുള്ളൂ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, നടത്തുന്ന ദൈവം അവിടുന്നല്ലേ. വേറെ ആർക്കെങ്കിലും അങ്ങനെ കഴിയുമോ? ജീവിതയാത്രയിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ. അനേക ദുർഘടങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രശ്നമുഖരിതമായ അന്തരീക്ഷങ്ങൾ പലതും വന്നപ്പോഴും അതിൻ്റെയൊക്കെ നടുവിലും ഞാനാകുന്നു എന്ന് പറഞ്ഞ് നടത്തിയ ദൈവം, പരിപാലിച്ച ദൈവം. പലരും പലതും പറഞ്ഞപ്പോഴും യെസ്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞത്. എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, തീർന്നെന്ന് പറഞ്ഞില്ലേ അനേകർ. നമ്മെ നോക്കി ദൈവം പറഞ്ഞില്ല, എലിയാവ് തീരില്ല. ചില തുടക്കത്തിന് വേണ്ടി ഞാൻ അവനെ വീണ്ടും ഒരു രണ്ടാം യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്.
അസ്തമിച്ചു എന്ന് പോയി എന്ന് ലോകം പറയുന്ന ഇടത്ത് നിന്ന് പുതിയ ചില യാത്രയ്ക്കു വേണ്ടി ശക്തീകരിച്ച് ഓടിക്കാൻ ദൈവത്തിന് നിയോഗമുണ്ട്. തളർന്നു പോകരുത്, ക്ഷണിച്ചു പോകരുത്. നിങ്ങളുടെ പേരുള്ള ദൈവ നിയോഗം മനസ്സിലാക്കൂ. ദൈവം നിങ്ങളെ ടച്ച് ചെയ്യാൻ പോയി. യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇന്ന് പകലിറങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. 36 സങ്കീർത്തനം 9 വാക്യം, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. 36 സങ്കീർത്തനം 9 വാക്യമാണല്ലോ നാം ചിന്തിച്ചത്. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദുഷ്ടനകർത്യം ചിന്തിക്കുന്നു, നന്മ ചെയ്യുന്ന വിട്ടുകളഞ്ഞിരിക്കുന്നു. ദുഷ്ടനകർത്യം കിടക്കവൽ ചിന്തിക്കുന്നു, കൊളരുതാത്ത വഴിയിൽ നടക്കുന്നു, ദോഷത്തെ വെറുക്കുന്നില്ല. ഇതിൻ്റെ നടുവിലും ദൈവഭക്തന് പറയാനുള്ളത്, ദൈവമേ, അങ്ങയുടെ പക്കൽ ജീവന്റെ ഉറവ്, ജീവിപ്പിക്കുന്ന ഒരു ഉറവ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദി ഡ്രൈ ആയിരിക്കുന്നിടത്തേക്ക്, വരണ്ടുപോയിടത്തേക്ക്, സാധ്യതകൾ അസ്തമിച്ചിടത്തേക്ക്, പാഴായിടത്തേക്ക് ആ നദി ഒഴുകുക. ജീവന്റെ ഉറവ അതിന്നു പകലിലും ചില കുടുംബങ്ങളിലേക്ക് ഒഴുകുക. അസ്തമിച്ചു പോയി എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ആ നദി ഒഴുകാൻ പോകുക. ജീവന്റെ ഉറവ, നിന്റെ പക്കൽ ജീവന്റെ ഉറവ. മറ്റിടത്ത് എഴുതിയിരിക്കും, ദൈവമേ കർത്താവേ, അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? അങ്ങയുടെ പക്കൽ നിത്യജീവന്റെ മൊഴികൾ, ജീവിപ്പിക്കുന്ന മൊഴികളുണ്ട്. എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന മൊഴികൾ, ശക്തീകരിക്കുന്ന മൊഴികൾ, ബലം നൽകുന്ന മൊഴികൾ, ആശ്വസിപ്പിക്കുന്ന മൊഴികൾ, ശക്തിയുടെ മൊഴികൾ. ഇവിടെ പറയുന്നത് ജീവന്റെ ഉറവ. 16 സങ്കീർത്തനം, ജീവന്റെ വഴി നിന്റെ സന്നിധിയിലുണ്ട്. ജീവന്റെ ഉറവ. എവിടെ ഡെഡായി പോയോ അതിനെ എഴുന്നേൽപ്പിക്കാൻ ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കാൻ പോകുക. ഈ നദി ചേരുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കാൻ പോകുക, ജീവൻ വെക്കാൻ പോകുക, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. നിങ്ങളുടെ അസ്ഥികളിൽ ഈ നദി ചെല്ലാൻ പോകുക. നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഈ ജീവന്റെ ഉറവ് വ്യാപരിക്കാൻ പോകുക. തലമുറകൾ വ്യാപരിക്കുന്നു. ദൈവസഭയുടെ അകത്തേക്ക് ഇത് ഒഴുകുകയാണ്. ആർക്കും ഇതിനെ തടയാൻ പറ്റില്ല, ഒരു ശക്തിക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുപോലെ ഒരു ഒഴുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്കിനു വേണ്ടി ഇന്നു പകൽ ഇരുളിനെ മാറ്റുന്ന ഒരു ഒഴുക്ക്, കിളിർപ്പിക്കുന്ന ഒരു ഒഴുക്ക്, കട്ടകളെ ഉടച്ചത് സകല തടസ്സങ്ങളെയും തകർത്ത് കളയുന്ന അഭിഷേകത്തിന്റെ ഒരു മരി ഒഴുക്കൊരു ഉറവ ഇന്ന് പകൽ തുറക്കുക. യേശു നിന്റെ പക്കൽ അടുത്തു വരോ, ദൈവത്തിൻ്റെ അടുത്തു വരോ, ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരോ. എല്ലാ നിരാശകളും മാറട്ടെ. ദൈവം നിങ്ങളെ കിളിർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദേശത്ത് നിങ്ങളെ നടാൻ ആഗ്രഹിക്കുന്നു, വളർത്താൻ ആഗ്രഹിക്കുന്നു, ശക്തിയോടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പറ, കർത്താവേ, അടുത്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിന്റെ ആലയത്തിലെ പുഷ്ടി കൊണ്ട് അവർ അനുഭവിച്ച തൃപ്തി വരുത്തുന്നു. നിന്റെ ആനന്ദ നദി, അതാ പറഞ്ഞത്, ഈ ഉറവ ആനന്ദ നദി നമ്മളെ കുടിപ്പിക്കുക, സന്തോഷം വരുത്താൻ, സമാധാനം വരുത്താൻ, സ്വസ്ഥത നൽകാൻ, ബലം കൽപ്പിക്കാൻ, ശക്തി നൽകാൻ ഈ ആനന്ദ നദി, ഈ ഉറവ ഇന്ന് പകൽ വരുമ്പോൾ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുകയാ. നാളുകളായി വ്യക്തത്വങ്ങൾ കാണാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ചടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ ഈ നദി ഒഴുകി ഇരുളിനെ മാറ്റി. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ താഴ്വരയിരുന്നവരുടെ മേൽ വലിയ വെളിച്ചം ഉദിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ നദി ഒഴുകുകയാണ്. വരൂ, സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? കർത്താവേ, ഈ ആനന്ദ നദി എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്നെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്ന, എന്നെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന, പൂട്ടിപ്പെടുത്തുന്ന, അടുത്ത താലത്തിലേക്ക് കൊണ്ടുവരുന്ന, സ്വർഗീയ മർമ്മങ്ങൾ കാണിക്കുന്ന ഒരു നദിയിലേക്ക് എന്നെ നിറക്കുക. ആനന്ദ നദി കുടിക്കുക. സംതൃപ്തി നൽകുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ കൊണ്ടുവരാൻ പോകുക. ജീവന്റെ ഉറവ, ജീവന്റെ വഴി, ജീവന്റെ ഉറവ. ചിലർ ജീവിച്ചെഴുന്നേൽക്കാൻ പോകുക. ഉണങ്ങിപ്പോയത്
അറ്റുപോയത്, നഷ്ടപ്പെട്ടു പോയത്, ചലനമറ്റുപോയത്, അങ്ങനെ തന്നെ ദൈവാത്മാവ് പറയുന്നു. ദൈവം അതിനെ ജീവിപ്പിക്കാൻ പോയ ഈ നദി ചെല്ലുമ്പോൾ ഇതിലേക്ക് ചില വെള്ളം പത്യമാകാൻ പോയ ഈ നദി ചെല്ലുമ്പോൾ ഗർഭത്തെ നഷ്ടപ്പെടുത്തി വാക്തത്വങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ കഴിയാതെ വണ്ണം വ്യാപരിച്ചു നിൽക്കുന്ന ചില ശക്തിയുടെ മേൽ ഈ ഉറവ ചെല്ലുമ്പോൾ ചിലത് പത്യമായി പോകുന്നു, ചിലത് ശുദ്ധമായി തീരുന്നു, ചിലത് ദൈവകൃപയിലേക്ക് വരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പത്യവചനത്തിലേക്ക് വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ജീവന്റെ ഉറവ, ജീവന്റെ ഉറവ നിന്റെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ ഒരു ഉറവയുണ്ട്. ഏത് വിഷയമാകട്ടെ, ഒന്നടുത്തിയല്ലോ കർത്താവ് ജീവിപ്പിക്കാൻ പോയ, അതിനെ തൊടാൻ പോയ കർത്താവ് തൊട്ടാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഏറ്റവും താഴെ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരും, പുറപ്പെടുവിക്കും. ചില ദുഷ്ടശക്തികൾ ഈ ഉറവ ചെല്ലുമ്പോൾ പുറത്തേക്ക് പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, വചനത്തിൻ്റെ ശക്തി അവിടുത്തെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ മേൽ വരുമ്പോൾ, ഉദിക്കുമ്പോൾ ഇരുളിനവിടെ നിൽക്കാൻ പറ്റില്ല. തടഞ്ഞു നിർത്തിയ സകല മണ്ഡലങ്ങളുടെ മേലും ഞങ്ങൾക്ക് ജയം നൽകിയിരിക്കാതെ സ്തോത്രം. നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കാതെ സ്തോത്രം. ഇങ്ങനെ ആത്മാവിൽ കുതിക്കുന്നതിന് സ്തോത്രം. സന്തോഷത്തോടെ ഉറവയിൽ നിന്ന് പാനം ചെയ്യുന്നതിന് സ്തോത്രം. കൃപ കൂടെ ഇരിക്കുകയുള്ള സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. ദൈവകൃപയിൽ ആശ്രയിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്നു. ജീവന്റെ ഉറവ അവിടുത്തെ പക്കലുണ്ട്. അടുത്തുള്ളൂ. ആ പ്രസൻസിനകത്ത് നിൽക്കൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.